നമ്മുടെ ഔദ്യോഗിക സമ്മേളനം തുടങ്ങുകയാണ്. അതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റായ ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അജയൻ സാറിനെ ക്ഷണിക്കുന്നു, ചെയർമാൻ ഓഫ് CITI 2.0. മറ്റൊരു വിശിഷ്ട അതിഥിയായ KC രവീന്ദ്രൻ വർമ്മ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു, ട്രസ്റ്റി വളയനാട് ദേവസ്വം. വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നാട്യയുടെ ഫൗണ്ടർ കൂടിയായ ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി എല്ലാവരെയും വെൽക്കം ചെയ്യാനായി ഫൗണ്ടർ കലാമണ്ഡലം ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അതിലുപരി നമ്മളെല്ലാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ രംഗപ്രവേശം അഥവാ ആദ്യ അരങ്ങ് കാണുന്നതിനും കേൾക്കുന്നതിനുമാണ്. നാട്യയെ സംബന്ധിച്ച് പലപ്പോഴും എല്ലാ വേദികളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ് നാട്യ എന്ന്. 2010 തൊട്ടുള്ള സ്വപ്നമാണ്. ഇങ്ങനെയുള്ള ഓരോ അവതരണങ്ങളായി, നിമിഷങ്ങളായി, സന്തോഷ മധുരമുള്ള ഓർമ്മകളായി കണ്ട് കടന്ന് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ഒരു പരിപാടി സമ്പൂർണ്ണമായി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അധ്യാപകരും അനധ്യാപക സംഘാംഗങ്ങളുമാണ്. കാരണം അവരുടെ പ്രയത്നമാണ് ഇന്നത്തെ ഈ വേദി. ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവർ വളരെയധികം തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉത്തരമാണ് കുറച്ച് മുമ്പ് കണ്ട സംഗീത അരങ്ങേറ്റം. ഗുരുവായൂരുള്ള ഗായത്രിയും സേലത്തുള്ള പൂജയും അതുപോലെ തന്നെ UK വിദ്യാലക്ഷ്മിയും അവരവരുടെ വീടുകളിൽ നിന്ന് പഠിച്ചു. ഷൊർണൂർ കലാമണ്ഡലത്തിൻ്റെ അടുത്തുള്ള വടക്കാഞ്ചേരിയിലുള്ള സ്വാതി ടീച്ചറുടെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചു. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലെയായി, 1.5 വർഷത്തോളമായി അവർ പഠിക്കുന്നു. അവരിന്ന് കോഴിക്കോട് വളയനാടുകാവ് ഓഡിറ്റോറിയത്തിൽ പാടി. ഇതാണ് നാട്യ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടും നാട്യയുടെ ആഗ്രഹവും അതുതന്നെയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് വളരെ മികവുറ്റ രീതിയിൽ പാഠ്യ വിഷയങ്ങൾ എത്തിക്കുക എന്നതാണ് നാട്യയുടെ ധർമ്മം. അതിനായി ഒരിക്കലും നാട്യയുടെ CEO, ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത് പേരിൽ മാത്രമുള്ളതാണ്. നാട്യ കൊണ്ടുപോകുന്നത് ഞാനല്ല, എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൂടിയാണ് നാട്യ കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെ അവരുടെ കുറച്ച് മുന്നിലായിട്ട് നിന്ന് കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഇവിടം വരെ എത്തി വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് ദൂരം മുന്നിലേക്ക് പോകാനുണ്ട്. ഒരുപാട് പേരുടെ സഹകരണമാണ് നാട്യയുടെ ഇതുവരെയുള്ള വളർച്ച. എല്ലാവരെയും ഈ അവസരത്തിൽ
സന്തോഷപൂർവ്വം ആദരവോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ നമ്മൾക്കിവിടെ വന്നിട്ടുള്ളത് 3 വിശിഷ്ട വ്യക്തികളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയുന്ന 3 നല്ല മനസ്സിന് ഉടമകളാണ് 3 പേരും. ആദ്യമായി ഇന്നത്തെ ഈ ഒരു അവതരണം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണേട്ടൻ. ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തെപ്പറ്റി അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഈ ഒരു വേദി ഞാൻ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വളരെ പ്രയത്നം, ഒരു കലാകാരനെ സംബന്ധിച്ച് പലവിധ പ്രതിബന്ധങ്ങളും കലാജീവിതത്തിൽ, കലാസബരിയയിൽ നമ്മൾ നേരിടുന്നുണ്ട്. അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുക എന്നത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹം 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു കലാമണ്ഡലത്തിൽ, ഞങ്ങളെ സംബന്ധിച്ച് കലാമണ്ഡലം എന്ന് പറയുന്നത് 10-12 വർഷം അവിടെ പഠിച്ച് ഇപ്പോഴും അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കലാമണ്ഡലം ഞങ്ങളുടെ മാതൃസ്ഥാപനമാണ്. കലാമണ്ഡലത്തിൽ അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറായി 2 മാസം മുമ്പ് ജോയിൻ ചെയ്തു. പ്രയത്നിക്കുക, റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ കഠിനമായി പ്രയത്നിക്കുക, റിസൾട്ട് തന്നെ വന്നുകൊള്ളും. അതിനുള്ള ഉത്തരവാണ് രാമകൃഷ്ണേട്ടനെ ഇന്നിവിടെ ഈ ഒരു വേദിയിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്നേഹത്തോടെ, സന്തോഷത്തോടെ രാമകൃഷ്ണേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്യ തുടങ്ങിയിട്ട് 4-5 വർഷമായെങ്കിലും ഞങ്ങളൊരു 2022 കൂടിയിട്ടാണ് നാട്യ കോഴിക്കോടേക്ക് പറിച്ചു നടന്നത്. കോഴിക്കോട് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഭക്ഷണപ്രിയരുള്ള, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അതിലുപരി ഒരുപാട് നല്ല മനസ്സിനുടമകളുള്ള സ്ഥലവും കൂടിയാണ് കോഴിക്കോട്. അങ്ങനെ ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയൊരു, എനിക്ക് വ്യക്തിപരമായി കോഴിക്കോട് നിന്ന് കിട്ടിയൊരു സൗഹൃദം, അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അതിലുപരി മെൻറ്റർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംവദിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് ഉടമയാണ് അജയൻ കെ ആനാട്ട്. അദ്ദേഹം നാട്യവുമായി വളരെയധികം കാലത്തെ സൗഹൃദമുണ്ട്. അതിലുപരി ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നാട്യയെപ്പറ്റി അറിയാം. കുറച്ചു കാലം മുമ്പാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടിയത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളൊരു നാട്യ ഒരു സ്റ്റാർട്ടപ്പാണ്, ബിസിനസ്സാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ, സഹകരണങ്ങൾ ആവശ്യമാണ്. അത്തരം എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോടിൻ്റെ മറ്റൊരു മുഖമാണ് തളി ക്ഷേത്രം അല്ലെങ്കിൽ വളയനാട് ക്ഷേത്രം. ഇങ്ങനെ ഒട്ടനവധി ക്ഷേത്ര സമുച്ചയങ്ങൾ. ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്ര കേന്ദ്രീകൃതം കൂടിയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ. അത്തരം ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തളിയാണെങ്കിലും, നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന ഈ വളയനാട് ക്ഷേത്രമാണെങ്കിലും. അവിടുത്തെ ട്രസ്റ്റിയായി ചുമതല കുറച്ചു കാലം മുമ്പാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് സംസാരിക്കാൻ ഭാഗ്യം കിട്ടി. സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹവും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന, കലയെ പരിപോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടുതൽ ആൾക്കാരിലേക്ക് കല എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് KC രവീന്ദ്ര വർമ്മ സാറ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സഹൃദയം സാദരം ക്ഷണിച്ചുകൊള്ളും, സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ വേദിയിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം അന്ന് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം കലയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുക എന്നത് നാട്ടിലേക്കും കൂടെ അത് ഒരു അഭിമാന സന്തോഷ നിമിഷമാണ്. അദ്ദേഹത്തെ ഇവിടെ കിട്ടിയത് അധികം ഭാഗ്യമായി കരുതുന്നു. പിന്നെ ഇന്ന് ഇവിടെ സ്വാഗതം പറയാനുള്ളത് പ്രധാനമായും ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുവന്ന പാരൻസ്, ഞങ്ങളെ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ച
അവരുടെ രക്ഷാകർത്താക്കൾ, മുതിർന്നവർ, ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വരുന്നവർ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്ന നാട്യയുടെ ഞങ്ങളുടെ ടീമിലെ ഓരോ അംഗങ്ങളും അവരെ വൃത്തിയായി പഠിപ്പിച്ച് ഇന്ന് ഇതുവരെ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള പെർഫോമൻസിന് അവരെ പാകപ്പെടുത്തി അവരുടെ അധ്യാപകർ ഇവരെല്ലാവരെയും ഒരേ സ്വരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ ഇവർക്ക് വേണ്ടി പക്കവാദ്യം ഒരുക്കുന്ന എല്ലാ കലാകാരന്മാർ, ബാക്കി ലൈറ്റ്, സൗണ്ട്, മീഡിയ സുഹൃത്തുക്കൾ, ക്യാമറ, എല്ലാവരെയും വന്നു ചേർന്ന് ഓരോരുത്തരുടെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ രാമകൃഷ്ണൻ, രവീന്ദ്രൻ വർമ്മ, പ്രിയപ്പെട്ട രവീന്ദ്രൻ വർമ്മ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായ ശിവപ്രസാദ്, കലാമണ്ഡലം ശിവപ്രസാദ്, വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, കലാകാരന്മാരെ, എന്നെ ഈ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കലാരൂപങ്ങളെക്കുറിച്ച് ആധികാരികമായി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഞാൻ പ്രസാദിനോട് ആദ്യം സംസാരിച്ചിരുന്നത്. പക്ഷേ പ്രസാദ് പറഞ്ഞു, സാറ് വരണം, അജയൻ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ കാണുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേറൊരു ആംഗിളിലാണ്. അതായത് ഇതിന് ഉള്ളൊരു വേറൊരു ഡയമെൻഷൻ, ഇന്നോവേഷൻ ദാറ്റ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ട്രഡീഷൻ. ഈ ട്രഡീഷനെ നമ്മൾ ഇന്നോവേഷൻ കൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ അരങ്ങേറ്റം നടത്താൻ പോകുന്ന എല്ലാവരും തന്നെ ഗുരുശിഷ്യ ബന്ധമെന്ന് പറയുമ്പോൾ നേരിട്ട് നിന്ന് ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് ഫിസിക്കലായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വർഷങ്ങളോളം കഴിഞ്ഞ് വരുന്ന ശിഷ്യന്മാരായിരിക്കും. അതേ സ്ഥാനത്ത് ടെക്നോളജി ഇന്ന് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഗുരുക്കന്മാരെ അങ്ങ് ദുബായിലും ബീഹാറിലും ഒറീസയിലും ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് അയക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന ആർട്ട് ഫോംസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഒരു സമാപ്തിയാണ് നമ്മളിവിടെ കാണുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി റെയർ ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ കേരള. ഐ എം ഹാപ്പി ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ കാലിക്കറ്റ്. ഇറ്റ്സ് ആക്ച്വലി ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ഞാൻ വേറെ ഡയമെൻഷൻ ഇതിനു വേണ്ടി കാണുകയാണ്. കൾച്ചറൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ, അതായത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസിനെ അതൊരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ നാട്യ ആർട്സ് ചെയ്യുന്നത്. ബിക്കോസ് പലപ്പോഴും ശിവപ്രസാദിനെ ഞാൻ ആദ്യം കാണുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഈവൻറ്റിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അവിടെ വെച്ച് ഞാൻ ശിവപ്രസാദിനെ കാണുകയും, പക്ഷേ ഞാൻ ഈ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് എനിക്ക് വളരെ സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും കൂടുതൽ ശിവപ്രസാദിനോട് സംസാരിക്കുമ്പോൾ ഒരു ആർട്ട് ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോമിൻ്റെ പെർഫോമർ മാത്രമല്ല, ഹി ടോക്സ് മോർ അബൌട്ട് ടെക്നോളജി, ഹി ടോക്സ് അബൌട്ട് പോസിബിലിറ്റീസ് ഓഫ് AI, ഹി ടോക്സ് അബൌട്ട് ഡിജിറ്റലൈസേഷൻ, എങ്ങനെ ഇത് അവരിലേക്ക് എത്തിക്കാം, എങ്ങനെ ഇന്ത്യൻ ആർട്ട് ഫോംസ് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കും. എന്ത് ചെയ്താലും അത് മതിയാവുന്നില്ല, എനിക്ക് ഇനിയും വേണം, ഇനിയും സാധിക്കണം എന്നുള്ളൊരു ഞാൻ വളരെ റെയറായിട്ട് കാണുന്ന ഒരു തരം പാഷൻ. അതായത് ആർട്ട് ഫോമിൻ്റെയും ഈ ട്രഡീഷണൽ ആർട്ട് ഫോമിൻ്റെയും ഇന്നോവേഷൻ്റെയും ടെക്നോളജിയുടെയും കൂടി ഒരു കൺവേർജൻസ്. ഇറ്റ്സ് വെരി റെയർ ടു സീ ദാറ്റ്. ഹാപ്പി ദാറ്റ് ഹി ആൻഡ് ഹിസ് ടീം ഈസ് ടേക്കിംഗ് ദിസ് ഫോർവേഡ്, വിച്ച് ഈസ് മെയ്ഡ് പോസിബിൾ. നിങ്ങൾ പലർക്കും ഒരു കാലത്ത് കളിക്കണം, പാടണം എന്ന് സാധിച്ചതിൻ്റെ ആഗ്രഹം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിരിക്കാം. നിങ്ങളുടെ ജോലിയായിട്ടും പല ദിക്കുകളിൽ പോയിട്ടും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷേ അതിനെ തിരിച്ചുവരവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്ന ഈ നാട്യ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താ കാരണം വെച്ചാൽ ആർട്ട് ഫോമിനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അത് വന്നു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമുക്കത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു നെവ്യൂ
അവൻ ഭയങ്കര ഡ്രമ്മിനും ഭയങ്കര പ്ലേ ചെയ്യുന്ന ഒരുത്തനാണ്. അവൻ നന്നായി ചെയ്യുമായിരുന്നു. അവൻ്റെ പാരൻസിന് അവർ പഠിക്കണം എന്നായിരുന്നു. അവൻ IIT പോയി, IIT ഫസ്റ്റ് റാങ്ക് നല്ല മാർക്ക് കിട്ടി, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പാരൻസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്തു തന്നില്ലേ, ഇനി ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹി വെൻറ്റ് ടു സ്റ്റഡി മ്യൂസിക് ഇൻ അമേരിക്ക. ഇപ്പോൾ അവൻ മ്യൂസിക്കിൽ വളരെ ഒരു വലിയ വലിയ ബാൻഡുകളിൽ കളിക്കുന്ന ഒരു അത് എൻജോയ് ചെയ്യുകയാണ്. ദ ബോയ് ഈസ് എൻജോയിങ്. നോട്ട് ഓൺലി ദാറ്റ്, അവൻ റോബോട്ടിക്സ് ഏരിയയിൽ മ്യൂസിക്കിൻ്റെ ഡ്രംസ്, കൈയും കാലും കൈ ഇല്ലാത്തവർക്ക് ഡ്രംസ് ഉപയോഗിക്കാവുന്ന ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയും കൂടിയാണ്. എനിക്ക് എൻ്റെ വേറൊരു നൈബറുണ്ട്, ബിടെക് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കാം, ബിടെക് കഴിഞ്ഞു, IIM ബാംഗ്ലൂരിൽ നിന്ന് MBA കഴിഞ്ഞു. ആനന്ദ് എന്നുള്ള പേരിൽ ഹീസ് വൺ ഓഫ് ദി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ് അവൻ. അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ അടുത്ത് ഐ തിങ്ക് ഹി ഡിഡ് ഇറ്റ് ഇൻ നെതർലാൻഡ് ആൻഡ് ഓൾസോ. അപ്പോൾ നമ്മളെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ചില ചട്ടക്കൂടുകൾ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ ചുരുക്കി നിർത്തുമ്പോൾ നമുക്കതിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു സാഹചര്യങ്ങൾ പലതുമാണ്. ആ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഇതേമാതിരി നാട്യയുടെ മാതിരിയുള്ള ആർട്ട് ഫോം, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി തന്ന ഇത് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. അതാണ് നമ്മളിന്ന് കാണുന്ന ഞാൻ വരുന്ന കുട്ടികളിൽ നിന്ന് പാടുമ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിക്കുകയായിരുന്നു, എങ്ങനെയാണ് പഠിപ്പിക്കാൻ പറ്റും, ഡാൻസ് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആക്കിയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഐ ജസ്റ്റ് തിങ്കിങ്, ബട്ട് ഐ എം ഗോയിങ് ടു സീ ദാറ്റ് ഓൾസോ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി. ഈ ഒരു പോസിബിലിറ്റി കൊണ്ട് ഇത് ഇനിയും, അതായത് എനിക്ക് പലപ്പോഴും ശിവദാസനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ എൻ്റെ സ്റ്റുഡൻസിനെ എനിക്ക് അവർക്ക് കൂടുതൽ ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും, ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡൊമൈൻ ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ മറ്റു സംഘങ്ങളും കൂടി മെർജ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഈ നാട്യയുടെ മെസ്സേജ് നിങ്ങളെല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യണം. ഇതേമാതിരി കാത്തിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മോള് പോലും ബിടെക് ഇവിടെ കേരളത്തിൽ നിന്ന് പഠിച്ചു, MArch ഗുജറാത്തിൽ നിന്ന് പഠിച്ചു, കുറേ കാലം ആർക്കിടെക്റ്റായി വർക്ക് ചെയ്തു. ഇപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ അതിനൊന്നുമില്ല. നൗ ഷീ ഈസ് ക്യൂറേറ്റിംഗ് ആർട്ട് ഫോംസ് ആൻഡ് ഫുള്ളി ഇൻ ടു ഓൾ ദീസ് ആക്ടിവിറ്റീസ്. സോ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ വെദർ യു വർക്ക് അലോൺ ഈസ് യുവർ എൻഡ് അല്ല. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് ഇതേമാതിരിയുള്ള പ്ലാറ്റ്ഫോം വേണം. ഇതിൽ നമ്മളെല്ലാവരും വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യണം. എനിക്കിവിടെ വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഈഗർലി ടു സീ ദാറ്റ് നാട്യ ഈസ് ഗ്രോയിങ്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഏത് വിധത്തിലാണെന്ന് വെച്ചാൽ സപ്പോർട്ടോ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ ക്യാൻ പ്ലേസ് യു ഇൻ ദ റൈറ്റ് പ്ലേസസ്, ടു ദ റൈറ്റ് കോൺടാക്ട്, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദീസ് തിങ്സ് ഡൺ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു ഓൾ വെരി മച്ച്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുവാനായി, വിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനായി ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി തിരികൊളുത്തുന്നത് KC രവീന്ദ്രൻ വർമ്മ സാറാണ്. ആദരണീയനായ അജയൻ സാർ തിരികൊളുത്തുന്നു. അടുത്തതായി നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു.
ഓം സദ്ഗുരുഭ്യോ നമഃ. വേദിയിലെ അധ്യക്ഷൻ ശ്രീ അജയൻ സാർ, ആശംസകൾ നേരാനെത്തിയിരിക്കുന്ന ശ്രീ രവീന്ദ്രൻ വർമ്മ സാർ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നാട്യയുടെ ഡയറക്ടർ കലാമണ്ഡലം ശിവപ്രസാദ് സാർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. ഒരു കലയെ ആധികാരികമായി പഠിച്ച് അതിൻ്റെ രംഗാവതരണത്തിനായി കാത്തിരിക്കുന്ന ശുഭനിമിഷം. ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഈ അവസ്ഥയിലും നിങ്ങളുടെ പ്രതീക്ഷകളെ ഒട്ടും അസ്തമിക്കാത്ത രീതിയിൽ വേദിയിലേക്ക് തങ്ങളുടെ കഴിവിനെ കാണിക്കാൻ കാത്തിരിക്കുന്ന പ്രതിഭകൾ, അവർക്ക് മുമ്പിൽ ഒരു ദീർഘപ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നൃത്തത്തെക്കുറിച്ചും നൃത്തത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചും രണ്ട് വാക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നാട്യത്തെക്കുറിച്ച് തന്നെ ആദ്യം പറയട്ടെ. നമ്മൾ നാട്യം എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മളെ ഏതൊരു കലാകാരൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാട്യശാസ്ത്രം തന്നെയാണ്. നാട്യശാസ്ത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഏതൊരു സാധാരണ ജനങ്ങൾക്കും ധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് നാട്യം എന്ന വേദം, പഞ്ചമവേദം, മുൻ വേദങ്ങളിൽ നിന്ന് അതിൻ്റെ സാരാംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അഞ്ചാമതൊരു വേദമായി സൃഷ്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് നൃത്തവും സംഗീതവും കലകളെല്ലാം തന്നെ ഏതൊരു സാധാരണ ആളുകൾക്കിടയിലും എത്തിച്ചേർന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കലയും കലാകാരന്മാരും ഏറെ സംസാര വിഷയമാകുന്ന ഈ സംസാര ലോകത്ത് നിങ്ങളെല്ലാം വേഷം കെട്ടി നിൽക്കുമ്പോൾ ഒരു പക്ഷേ വിമർശനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഉദ്ഘാടകനായി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷകൾക്ക് ഒരു തിരിനാളം കൂടി കത്തിച്ചു തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രതീക്ഷ വാക്കുകളിലൂടെ. എനിക്കും ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഇപ്പോൾ ചോദിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും അധികം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്, നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പഠന കാലഘട്ടങ്ങളിൽ കൈവിട്ടുപോയ തങ്ങളുടെ കലയെ ഇപ്പോഴായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ ഒക്കെ അലട്ടുന്ന ഈ സാഹചര്യത്തിൽ ഈ കലയെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇന്ന് പലവർക്കും സംശയമാണ്, ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ നിറം, ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടായ വിവേചനങ്ങൾ അവരെ ഏറെ മാനസികമായി അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളത് പലയിടങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വരെ എനിക്ക് മറുപടിയായി പറയേണ്ടി വരാറുണ്ട്. വളരെ സന്തോഷകരമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കലയെ ഏറ്റവും ജീവിത സബരിയായി ആദ്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക. നമ്മുടെ ശരീരമോ രൂപമോ നിറമോ ഒന്നുമില്ലാതെ ആ കലയുടെ ഗീതവാദ്യ താളങ്ങളെ, ഭാവങ്ങളെ, നൃത്യങ്ങളെ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ സ്വയം ആനന്ദത്തിൽ ആറാടിയാൽ മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ അവരെ ആനന്ദത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് തന്നെയാണല്ലോ കലയുടെ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിലേക്കും ഓരോ വ്യക്തികളിലേക്കും രസത്തെ ഉണ്ടാക്കുകയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവയെ ഉൾക്കൊണ്ട് പഠിക്കുകയും അത് നിത്യേന പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ പതിയെ 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 നിങ്ങളുടെ കൈകളിലേക്ക് അവ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഞാൻ കഴിഞ്ഞ 21-ാം തീയതി എൻ്റെ നൃത്തവിദ്യാലയത്തിലെ അരങ്ങേറ്റമായിരുന്നു. അവിടെ 9 രക്ഷിതാക്കൾ, വീടുകളിൽ ജോലി ചെയ്യുന്നവരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആളുകൾ, അവർ നിരന്തരം പരിശ്രമത്തിലൂടെ ക്ലാസ്സുകളിലൂടെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിച്ച്, അവരുടെ കുറവുകളുണ്ടാവാം, പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പ്രായം എന്നത് വെറും ഒരു അക്കങ്ങൾ മാത്രമാണ് എന്നുള്ള ഈ കാലഘട്ടത്തിൽ
നിങ്ങളൊക്കെ ഈ രംഗത്തേക്ക് വരുന്നത് ഈ നാട്യശാസ്ത്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കല അത് ഏത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും നമ്മുടെ കൈത്തുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. നാട്ടിലൂടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ പലയിടങ്ങളിൽ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായി മാറുകയും ചെയ്യുമ്പോൾ കല പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്ക് ഇല്ലാതാകുന്നു. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പുതിയ ടെക്നോളജിയുമായി സംവദിക്കാൻ ഏറെ ഈ ആധുനിക ലോകത്ത് അത് പറ്റാത്ത പലവരുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ശിവപ്രസാദ് സാർ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ അത്ഭുതം തോന്നുകയാണ്. കാരണം കേരള കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള പൈതൃകമായ ഒരു കലാപാരമ്പര്യം പഠിച്ചിട്ടുള്ള ഒരാൾ ആധുനിക കാലഘട്ടത്തിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രചാരത്തിലൂടെ ഈ കലകളെ ലോകത്താകമാനം എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ക്ലാസ് എടുക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് പല വിദേശത്തു നിന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് സത്യത്തിൽ അതിനോടൊരു താല്പര്യം പഠിപ്പിക്കാൻ അതെൻ്റെ ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് കുറച്ച് നാളുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി. പിന്നീട് നമ്മുടെ കോവിഡ് കാലഘട്ടങ്ങളിലാണ് അതിനോടുള്ളൊരു ഇഷ്ടം കൂടിയത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു LMSലൂടെ നിങ്ങൾക്ക് സിലബസുകളും ക്ലാസ്സുകളും കിട്ടുന്നു എന്ന് പറഞ്ഞു. ഈ LMSലൂടെയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കുമ്പോൾ പഠിപ്പിക്കാനും അത് കണ്ടെത്താനും എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു LMS എന്ന് പറയുന്ന പ്രക്രിയ. കാരണം ആധുനികമായ ടെക്നോളജി പഠിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വീണ്ടും ഇത് പഠിക്കാൻ സാധിച്ചത് ആ കോവിഡ് കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ടെക്നോളജിയുമായി ഏതൊരു വിദേശത്ത് പോയാലും ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ആയാലും ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ പ്രസൻറ്റേഷനുകളൊക്കെ ചെയ്യാൻ ഇന്ന് കലാരംഗത്ത് നിലകൊള്ളുന്ന പൂർവാധികം പേരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതിനോ അടുത്ത് ചേർന്ന് നിൽക്കുന്ന നാട്ടിയെ പോലെയുള്ള സ്ഥാപനം ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. അവിടുത്തെ അധ്യാപകർ നല്ല ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പഠിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ നമ്മൾ വലത് കൈ കാണിക്കുമ്പോൾ ഇടത് കൈ ആയിട്ടായിരിക്കും കുട്ടികൾ പഠിക്കുക. അതുപോലെ തന്നെ താളം നമ്മളൊരു ബീറ്റ് അടിക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ ബീറ്റ് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് എത്തുന്നത്. അപ്പം അത്തരം പഠനക്രമത്തിൽ നിന്നും ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ സംഗീത കച്ചേരി നടക്കുന്നു. ആ കുട്ടികൾ ഞാൻ ആദ്യമായി കണ്ട ഗുണം അവർ താളം കൃത്യമായി പിടിക്കുന്നു എന്നുള്ള ആ താളബോധം അവരുടെ ഉള്ളിലേക്ക് എത്തി എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ്. പിന്നെ ബാക്കി പൊതുവെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോരേണ്ട കാര്യങ്ങളാണ്. അത് ഇനി പതിയെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയ നാട്ടിക്കും അതിൻ്റെ സംഘാടകർക്കും അധ്യാപകർക്കും ഒക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം ഇനി കുറച്ച് നർത്തകിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിറവും അതുപോലെ തന്നെ മേക്കപ്പും, ഈ 2 കാര്യങ്ങളിലാണ് സംശയങ്ങൾ വീണ്ടും പടർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നർത്തകന്മാരുടെ ഇടയിൽ ഒരുപാട് സംസാര വിഷയങ്ങൾ ഉണ്ടായത്. കാരണം കറുത്തവനായിട്ടുള്ള ഞാൻ എന്തിനാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നുള്ള ചോദ്യമാണ് പലവരും ചോദിച്ചത്. പക്ഷേ എന്നെ കാണുന്ന പലവരും ചോദിച്ചത് അങ്ങനെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ അത്രയ്ക്കുള്ള നിറം കുറവൊന്നും കാണുന്നില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം നൃത്തം എന്ന് പറയുന്നത് എന്താണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുമോ? എന്താണ് നൃത്തം? ടെൻഷൻ അടിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. ഇപ്പോൾ നമ്മളോട് എല്ലാവരും പറയും എൻ്റെ മകൾ 10 വർഷമായി 15 വർഷമായി അവൾ കലാതിലകാണ്, ഒരു 5 കൊല്ലമായി കലാതിലകാണ്. ആ കുട്ടിയോട് പോയിട്ട് നമ്മൾ നൃത്തം എന്ത്, സംഗീതം എന്ന് ചോദിച്ചാൽ ആർക്കും പറയാനറിയില്ല. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതാണ്. ഏത് വിഷയമാണോ പഠിക്കുന്നത് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ശിരസ്, മാറിടം, പാർശ്വം, അരക്കെട്ട്, പാദം, കൈകൾ, ഇവയെ അംഗങ്ങൾ എന്ന് പറയും. ഉപാംഗങ്ങൾ എന്ന് പറയുന്നത് പുരികം, കണ്ണ്, കൺപോള, കൃഷ്ണമണി, മൂക്ക്, കവിള്, ചുണ്ട്, താടി, ഇവയാണ് ഉപാംഗങ്ങൾ. പ്രത്യംഗങ്ങൾ എന്ന് പറയുന്നത് ഷോൾഡേഴ്സ്, പുറം, വയറ്, കാഫ് മസിൽസ്, ടൈസ്, പിന്നെ എല്ലാ ജോയിൻസും, ഇതെല്ലാം കൂടി ഇതാണ് പ്രത്യംഗങ്ങൾ. അങ്ങനെയുള്ള
അംഗോപാംഗ പ്രത്യംഗങ്ങളുടെ താളാത്മകമായ ചലനത്തെയാണ് നൃത്തം എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നില്ല, ഏതു തരത്തിലുള്ള നമ്മളൊരു DJ വെച്ച് നൃത്തം ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും പ്രത്യേക സങ്കേതം പഠിച്ചിട്ടോ ശാസ്ത്രീയമായി പഠിച്ചിട്ടോ അല്ല ചെയ്യുന്നത്, നമ്മളങ്ങ് തുള്ളിച്ചാടുകയാണ്. ഇത് ഒരു വിശേഷണയുള്ളൊരു ചലനമാണ്. നമ്മൾ കളരിയിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രാക്ടീസ് ഡ്രസ് കൊടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ആരും ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ വിശേഷണയുള്ളൊരു നൃത്തം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ വിശേഷണയുള്ള ചമയങ്ങളും അലങ്കാരങ്ങളും ചെയ്യണമെന്ന് നാട്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ സിനിമയിലാണെങ്കിൽ സാധാരണ ഇത്രയും മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല. സിനിമയിൽ നമ്മൾ ബിഗ് സ്ക്രീനിലൂടെ നമ്മുടെ നെറ്റിയിലോ കവിളിലോ അല്ലെങ്കിൽ കണ്ണുനീര് പോലും ബിഗ് സ്ക്രീനിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ നൃത്തം അവതരിപ്പിക്കുന്ന നർത്തകന്മാർ വേദിയിൽ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഓരോ പ്രേക്ഷകനിലും നമ്മുടെ ഭാവങ്ങളെ, അഭിനയങ്ങളെ, മുദ്രകളെ, ചുവടുകളെ എല്ലാം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപാംഗങ്ങളെ കൃത്യമായി അല്ലെങ്കിൽ അംഗോപാംഗ പ്രത്യംഗങ്ങളെ തന്നെ ആകെ നമ്മൾ ചമയങ്ങളിലൂടെ വേഷവിധാനങ്ങളിലൂടെ അലങ്കരിക്കുന്നത്. അതുതന്നെയാണ് അല്ലെങ്കിൽ കഥകളിയും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും എല്ലാം കൂടിയാട്ടവും എല്ലാം അത്തരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഇത് ആസ്വദിക്കുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്നവർ പലവരും കറുത്തവരുമുണ്ട്, വെളുത്തവരുമുണ്ട്, അല്ലേ? ഞാനൊരു വിവേചനം പറയുകയല്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്ത മേക്കപ്പ് മാൻ നിങ്ങളെ അണിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരേ ഫൗണ്ടേഷനാണ്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വിവേചനങ്ങൾ കൃത്യമായി ബോധമില്ലാതെ പറയുന്ന ചില പാരമ്പര്യവാദികളുടെ ചില പൊട്ടയായ ചിന്താഗതികളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള വിഷമങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ പഠിക്കുന്ന കലയെ കൃത്യമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലേക്ക് ഈ കല കൊണ്ട് നമ്മളെല്ലാവരും സന്തോഷിക്കണം. കല എന്ന് പറയുന്നത് നമ്മുടെ പൂർവിക കാലഘട്ടം മുതൽ നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ്. അത് ആനന്ദം കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ്. അതിന് വർണ്ണമോ വർഗമോ വിവേചനമോ ഒന്നുമില്ലാതെ തന്നെ ഒരു സമൂഹം ഒന്നടങ്കം ഈ കലയെ ആസ്വദിക്കുകയും പ്രവർത്തിക്കുകയും രംഗാവതരണം ചെയ്യുമ്പോഴാണ് നമ്മളുടെ മാനവികത എന്നൊരു വിഷയം പൂർത്തീകരിക്കുന്നത്. അവിടെ ഒരു മത അല്ലെങ്കിൽ ദേശമില്ലാതെ എല്ലാവരും കൂടി ഒന്നു ചേരുമ്പോൾ നമ്മൾ സമൂഹം മുഴുവൻ ഈ കലയിലൂടെ ആനന്ദം കണ്ടെത്തുന്നു. അതുതന്നെയാണ് നമ്മൾ കഥകളി സംഗീതവും യേശുദാസിൻ്റെ പാട്ടുകളും ചിത്രയുടെ പാട്ടുകളൊക്കെ പാടുമ്പോഴൊക്കെ നമ്മൾ അവിടെ ഒരു മതമല്ല കാണുന്നത്, അവിടെ സന്തോഷം, ആ പാട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നല്ലൊരു ആസ്വാദനം സാധ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ കല നിങ്ങളുടെ മാനസികമായ സംഘർഷങ്ങളെ പിന്തള്ളാൻ കഴിയുന്നതാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏറ്റവും നല്ല കലാകാരന്മാരും കലാകാരികളുമായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയെടുക്കാൻ നാട്ടിലെ ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ചുരുക്കുന്നു. അതോടൊപ്പം തന്നെ നാട്ടിലെ ഈ രംഗപ്രവേശം ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നതോടൊപ്പം തന്നെ നാളെ അതിരാവിലെ ചാലക്കുടിയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്നലെ അട്ടപ്പാടിയിൽ ഇതുപോലെയുള്ളൊരു നൃത്തസംഗീത വിദ്യാലയത്തിൻ്റെ വാർഷികത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ ഒത്തിരി വൈകി. ഇനി മഴയത്ത് ചാലക്കുടിയിലേക്ക് തിരിച്ചെത്തണം. നാളെ കലാഭവൻ മണിച്ചേട്ടൻ്റെ സ്മാരകത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ചാലക്കുടിയിൽ. മന്ത്രി സജി ചെറിയാൻ അവർകളൊക്കെ എത്തിച്ചേരുന്നൊരു ചടങ്ങിലേക്ക് കൃത്യമായി നമ്മൾ അവിടെ എത്തിച്ചേരേണ്ട കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നൃത്തം കാണണമെന്നും വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ അവിടെ എത്തേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവരുടെയും അനുവാദം ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്സിങ് തന്നുകൊണ്ട് സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി മുഖ്യഭാഷണം എന്ന ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കാനായി KC രവീന്ദ്രൻ വർമ്മ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മറ്റ് വിശിഷ്ട വ്യക്തികളും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏതൊരു കലയും പോലെ തന്നെ പ്രസംഗവും നല്ലൊരു കലയാണ്. പക്ഷേ ആ കല എനിക്കറിയില്ല. മറ്റൊക്കെ അറിയുന്നല്ല, ഈ കല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഓരോ വേദിയിലായി പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഹാള് അനുവദിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ശിവപ്രസാദ് എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. ഏതാണ്ട് ഈ 2020 തോന്നുന്നു ഇവർ ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അപ്പോൾ അത് കേരളത്തിന് അകത്തും പുറത്തുമല്ല കല എവിടെ വെച്ചും നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്.
അതായത് വീട്ടിൽ പണ്ട് നമ്മൾ ഓരോ ഗുരുകുലത്തിൽ പോയിട്ട് പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളതായിരുന്നു ഇതിനായിരുന്നു. ഇപ്പോൾ വീട്ടിലിരുന്നിട്ടും ഇത് പഠിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലും അകത്തും പുറത്തും വിദേശത്തും നല്ല കുറേ വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ അരങ്ങേറ്റമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും കലയ്ക്ക് പിന്നെ ഒരു ഏജോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ എൻ്റെ ചെണ്ട പഠിച്ചത്. അത് ഇപ്പോഴും ഞാൻ തുടരുന്നുണ്ട്. അതുമായി തന്നെ അതിനൊരു ഏജ് ലിമിറ്റിരിക്കും. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇതൊക്കെ കയ്യിൽ വഴങ്ങുമെന്ന്. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പഴയ ചെറുപ്പം മുതലൊക്കെ ചെണ്ട പഠിക്കണം എന്നുള്ളൊരാഗ്രഹമായിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ അതിനൊരു ഏജ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ട്. ഏതായാലും ഇന്നിവിടെ ഈ അരങ്ങേറ്റം കുറിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെയും എൻ്റെ സ്വന്തം പേരിലും കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നൽകുന്നു. നിങ്ങൾക്ക് നമസ്കാരം, നന്ദി. നമ്മുടെ ഘടം എന്ന വാദ്യോപകരണം ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന കലാമണ്ഡലം ആദർശ് എന്ന സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ആദർശിന് പെട്ടെന്ന് പോകണമെന്ന്. അതുകൊണ്ട് ആദർശിനെ പെട്ടെന്ന് വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അടുത്തതായി ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്ക് നാട്ടിയുടെ സ്നേഹ സമ്മാനമാണ് ഏറ്റുവാങ്ങുന്നതിന് ആദ്യമായി RLV രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഈ കർത്തവ്യം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ഫൗണ്ടർ കലാമണ്ഡലം ശിവപ്രസാദ് സാറാണ്. അടുത്തതായി അജയൻ സാറിനെയാണ് ആദ്യം സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി KC രവീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന കുട്ടികളെ നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. അതിനായി ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറിനെ ഈ കർത്തവ്യം നിർവഹിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. കർണാട്ടിക് മ്യൂസിക് അരങ്ങേറ്റം ഇവിടെ ചെയ്ത ഗായത്രി S. ദേവി, പൂജ മോഹൻ, വിദ്യാലക്ഷ്മി. ഭരതനാട്യം അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന ശ്രീനന്ദന P, ലിനി റിജോ, സിമി രമേശ്, ആരതി വർഗീസ്, മിനി P, സൗമ്യ PL. ശ്രീനന്ദന P, ലിനി റിജോ, സിമി രമേശ്, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇവർക്കിനി മുന്നോട്ട് ചെയ്യാനുള്ള പ്രചോദനം. ആരതി വർഗീസ്, മിനി P, സൗമ്യ PL. മോഹിനിയാട്ടം അരങ്ങേറ്റം ചെയ്യുന്നവർ ഹരിത PV, അർച്ചന V, രഞ്ജിത ഹരികുമാർ.
ഇത്രയും പേരാണ് ഇവിടെ അരങ്ങേറ്റം ചെയ്യുന്നവർ. ഇതുകൂടാതെ പെർഫോമൻസ് എന്ന രീതിയിലും നമ്മുടെ കുട്ടികൾ ഇവിടെ അവരുടെ കല നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പെർഫോമൻസ് ചെയ്യുന്നവർ ഭദ്ര എസ് നായർ ഭരതനാട്യം, ഹിത എൻ ഭരതനാട്യം, കുച്ചിപ്പുടി അവതരിപ്പിക്കുന്നത് ചിത്തിര ശശി, ഭരതനാട്യം അവതരിപ്പിക്കുന്ന ശിവദർശന അനവദ്യ. കയ്യടി പോരാ, മഴയുടെ ശബ്ദം കൊണ്ടാണോ? കേൾക്കണില്ല കേട്ടോ. നമ്മുടെ ഇടയിൽ ഒരു കൊച്ചു മിടുക്കി കൂടിയുണ്ട്. കലകൾക്കുപരി 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടി പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് നമുക്ക്. ഒരാളെ നമ്മൾ നേരത്തെ ആദരിച്ചു. മറ്റൊരു മിടുക്കി കൂടിയുണ്ട്, ഹീര. ഹീരയെ ക്ഷണിക്കുന്നു വേദിയിലേക്ക്. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ഈ കുട്ടികളെ ഇത്തരത്തിൽ കലാപരിപാടി ചെയ്യാനായി അവരെ മോട്ടിവേഷൻ ചെയ്ത് അവരെ പഠിപ്പിച്ച് ഇത്രയും വരെ എത്തിച്ച നമ്മുടെ ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി KC രവീന്ദ്രൻ വർമ്മ സാറിനെ ക്ഷണിക്കുന്നു. മ്യൂസിക് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാമണ്ഡലം സ്വാതി പ്രസാദ് ടീച്ചർ. ഭരതനാട്യം ടീച്ചർ കലാക്ഷേത്ര അമൃത. കലാക്ഷേത്ര ആര്യ. കലാമണ്ഡലം ആതിര ജയകുമാർ. കലാമണ്ഡലം ആതിര ബാബു. കലാമണ്ഡലം അനുപമ. പ്രിയങ്ക ടീച്ചർ.
നാട്യയുടെ ഫൗണ്ടർ കം CEO ആയ കലാമണ്ഡലം ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള ആ കൊച്ചു മിടുക്കിയുടെ പേര് സ്നേഹ. സ്നേഹ, സ്റ്റേജിലേക്ക് വരൂ. കൺഗ്രാറ്റുലേഷൻസ് സ്നേഹ. നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ ലീഡ് ചെയ്യുന്നതാണ് സ്നേഹയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അജയൻ കെ ആനന്ദ് സർ, നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീ ഡോക്ടർ RLV രാമകൃഷ്ണ സർ, നമുക്ക് സ്വാഗതം ആശംസിച്ച നാട്യയുടെ CEOയും ഫൗണ്ടറുമായ കലാമണ്ഡലം ശിവപ്രസാദ് സർ, വളയനാട് ദേവസ്വം ട്രസ്റ്റി KC രവീന്ദ്രവർമ്മ സർ, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ്. നാട്യയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇരട്ടി മധുരം കൂടിയാണ്. കാരണം ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്ന അല്ലെങ്കിൽ എല്ലാ കലാപ്രതിഭകളെയും നമ്മുടെ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികളെയും കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. ജീവിതത്തിൻ്റെ മറ്റ് എല്ലാ തിരക്കുകളിൽ നിന്നും അവയുടെ കലയോടുള്ള സ്നേഹം കാരണം സമയം മാറ്റിവെച്ച് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പഠിച്ച് ടീച്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ പാരൻസിൻ്റെയും സപ്പോർട്ട് കൂടി ഇന്നിവിടെ അരങ്ങേറ്റം അവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. നൃത്തത്തിലൂടെയും അതേപോലെ തന്നെ സംഗീതത്തിലൂടെയും തങ്ങളുടെ കലാപ്രതിഭ തെളിയിക്കാൻ ഇവർക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന്, ഇവരുടെ കലാജീവിതം സമൃദ്ധമായിരിക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ അരങ്ങേറ്റ ചടങ്ങ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമെടുക്കുന്ന ആഘോഷമായി മാറാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കാനായി നമ്മുടെ ടീച്ചർ കൂടിയായ കലാമണ്ഡലം രശ്മി ടീച്ചറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നാട്ടിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥിനികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളുടെയും ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രണ്ടാമതൊരു രംഗപ്രവേശം അരങ്ങേറാൻ പോകുന്നത്. ഈ വേളയിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കൂച്ചിപ്പുടി എന്നീ കലകളിൽ അരങ്ങേറ്റം കുറിക്കുന്ന നാട്യയുടെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും, മുൻപ് കർണാടക സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും, നാട്യയിൽ കല അഭ്യസിപ്പിക്കുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി K. ഗോപിനാഥൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പൂജ എന്ന സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനാണ്. ഈ ഒരു മഹത്തായ വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ എന്നെ ക്ഷണിച്ച നാട്യകലാ സ്ഥാപനത്തിൻ്റെ സംഘാടകരോടും മറ്റു ഭാരവാഹികളോടും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിൽ ഇരിക്കുന്ന രവീന്ദ്ര വർമ്മ സാറ്, പിന്നെ അജയൻ സാറ്, പിന്നെ
കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ RLV രാമകൃഷ്ണൻ സാറ്, പിന്നെ സദസ്സിലിരിക്കുന്ന സംഗീത പ്രേമികളായ സഹോദരി സഹോദരന്മാർ, ഏവർക്കും എൻ്റെ നമസ്കാരം. സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയാം സംഗീതം. അത്രയേറെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ പൊതുവെ പറഞ്ഞാൽ സംഗീതം ഇഷ്ടപ്പെടാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല. അത് സത്യമാണ്. പിന്നെ സംഗീതത്തിൻ്റെ 3-4 പാഠങ്ങൾ ഗൃഹസ്ഥമാക്കി കൊല്ലത്തു നിന്ന് വന്നിട്ടുള്ള ഗായത്രി വിദ്യാലക്ഷ്മി, പിന്നെ ഗുരുവായൂരിൽ നിന്ന് വന്നിട്ടുള്ള ഗായത്രി ദേവി, തമിഴ്നാട് സേലത്ത് നിന്ന് വന്നിട്ടുള്ള പൂജാ മോഹൻ, അതായത് പാലക്കാട് സ്വദേശി പൂജാ മോഹൻ എന്നിവരുടെ സംഗീത കച്ചേരിയുടെ രംഗപ്രവേശം നടത്താൻ നാട്യകലാ സ്ഥാപനത്തിൻ്റെ സംഗീത അധ്യാപികയായ ശ്രീമതി സ്വാതി ടീച്ചർ അവർക്ക് പകർന്നു കൊടുത്ത ധൈര്യവും പിന്നെ അവരിൽ കണ്ടിട്ടുള്ള ആത്മവിശ്വാസവും മനസ്സിലാക്കുകയും ചെയ്ത സ്വാതി ടീച്ചർ എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നെനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ നാട്യകല എന്ന സ്ഥാപനത്തിൻ്റെ, അതായത് സംഗീത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനം കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്യകല എന്ന വിഖ്യാത സ്ഥാപനത്തിൻ്റെ പ്രോത്സാഹനങ്ങൾ എക്കാലവും നിസ്സീമമായി തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ചിത്ര മാമിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ തിരക്കേറിയ കാലഘട്ടത്തിൽ കലയുടെ അന്തസത്ത ഒട്ടും തന്നെ ചോർന്നു പോകാതെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ലോകം എമ്പാടുമുള്ള വിദ്യാർത്ഥികളിൽ കല അവരുടെ സമയത്തിനനുസരിച്ച് പകർന്നു കൊടുക്കാൻ നാട്യ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞു വരുന്നു. അതിൽ വളരെ സന്തോഷം. അതിലെ ഒരു വിദ്യാർത്ഥിനിയാണ് എൻ്റെ മകളും. ഇതിൻ്റെ പിന്നിലും മുൻപിലും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുന്നു. മുന്നോട്ടും ഇതേ രീതിയിൽ തന്നെ വൻ വിജയമായി തന്നെ നാട്യ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ 2025 രംഗപ്രവേശനത്തിൽ ആദ്യമായി അരങ്ങിൽ ഏറുന്ന അരങ്ങേറ്റം നടത്തുന്ന നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ഓർക്കസ്ട്ര ടീമിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് നിർവഹിക്കാനായി KC രവീന്ദ്രൻ വർമ്മ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൃദംഗം കലാമണ്ഡലം ശ്രീരംഗ്. വോക്കൽ നന്ദകിഷോർ S. വയലിൻ നവനീത് കൃഷ്ണൻ.
അടുത്തതായി നമ്മുടെ കുട്ടികളെ ഇത്രയും മനോഹരമായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ടീമിനുള്ള ആദരവാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ അബു മിഴിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി പ്രകാശിക്കുന്നതിനായി നമ്മുടെ അക്കാദമിക് ഹെഡ് പ്രിയങ്ക ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്തേ. ഇന്ന് നമ്മുടെ നാട്യയുടെ രണ്ടാമത് രംഗപ്രവേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെയധികം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി ഒരു അഭിനന്ദനം. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ അതിഥികൾക്കും ഇതിനു വേണ്ടി ഈ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി കൂടെ നിന്ന എല്ലാവർക്കും പ്രത്യേകം നാട്യയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. ഉദ്ഘാടന സദസ്സ് ഇവിടെ സമാപിച്ചിരിക്കുന്നു. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടികളുടെ രംഗപ്രവേശം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്.